ഹായ് കൂട്ടുകാരെ, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനി നന്ദുവിൻ്റെ പുറകെ മദ്യപിച്ചിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും അവളെ സംസാരിക്കണം, അതിനു വേണ്ടി തന്നെ പല ശ്രമങ്ങളും നടത്താട്ടോ. അനിയോട് നേനയും ആദർശം പറയുന്നുണ്ട്, എന്താ അനി ഇത്, നീ എന്തിനാ അവളുടെ ജീവിതത്തിൽ ഇങ്ങനെ കിടന്നു കൂടുന്നത്, അവളിങ്ങനെ ഉപദ്രവിക്കുന്നത് എന്തിനാണ്, നിനക്ക് അവളോട് സ്നേഹമുണ്ടെങ്കിൽ നീ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല, അവൾക്കിപ്പോൾ ഒരു നിലയും വിലയൊക്കെ ഉള്ള ജോലിയല്ലേ, നാട്ടുകാരും മീഡിയക്കാരും അറിഞ്ഞാൽ അത് വലിയ വാർത്തയാവും, എന്തിനാ നീ എല്ലാവർക്കും നാണക്കേട് ഉണ്ടാക്കുന്നത്. അനി അപ്പോഴും പറയുന്നത്, അവളെ എൻ്റെ കോളൊന്ന് എടുത്താൽ മതി, എന്നോടൊന്ന് സംസാരിച്ചാൽ മാത്രം മതി, മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതിനാണോ നീ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അങ്ങനെ എന്നാൽ നന്ദു തൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കാട്ടോ. നന്ദുവിൻ്റെ മനസ്സിൽ അനിയോട് സ്നേഹമുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാൻ വയ്യ. തൻ്റെ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ നല്ലത് അനിയുടെ കുടുംബത്തിന് ഞാൻ കാരണം യാതൊരു ദോഷവും അവിടെ ഉണ്ടാവരുതെന്ന് നന്ദുവിന് നല്ല നിർബന്ധമുണ്ട്. അങ്ങനെ വീണ്ടും ആദർശം നേനയും കൂടെ ഗോപിതൻ്റെയും കമലയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ അനി അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ നന്ദുവിനോട് അവർ പറയും, മോളെ നീ സൂക്ഷിക്കണം, നീ ഒരിക്കലും അവന് പറഞ്ഞതെന്ന് കേട്ട് ചെവി കൊടുക്കേണ്ട, ഞാൻ എന്ത് ചെയ്യാനാണ്, ആകെ നാണക്കേടാണ്, ചിലപ്പോൾ മദ്യപിച്ചിട്ടൊക്കെയാണ് വരുന്നത്, അപ്പോൾ അത് ആദർശേട്ടനും മുത്തശ്ശനും ഒക്കെ നാണക്കേടാണെന്ന് കരുതിയിട്ട് വല്ലാതെ മിണ്ടാതെ നിൽക്കുന്നത്. എന്തായാലും മോനെ, എന്താ ഈ ഒരു അവസ്ഥ, ഈ ഒരു അവസ്ഥക്ക് കാരണം ഞങ്ങളും കൂടെയാണ്. അവനന്ന് നന്ദുവിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ആ വിവാഹത്തിന് തടസ്സം നിന്നത് നേനെയാണ്. അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ മോളെ, നിന്റെ അമ്മയ്ക്ക് പോലും നേനെ മോളെ കണ്ടില്ലായിരുന്നല്ലോ, തീരെ കണ്ണെടുത്ത കണ്ടുകൂടാ, പിന്നെ എങ്ങനെയാ നന്ദുവിനെയും കൂടെ അങ്ങോട്ട് പറഞ്ഞു വിടാ, ഇനി എൻ്റെ ഒരു മോളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടില്ല, എന്തൊക്കെ സംഭവിച്ചാലൊന്നും കനകം പറയുന്നുണ്ട്. അതിനുശേഷം അനിയെക്കുറിച്ചും നന്ദുവിനെക്കുറിച്ചൊക്കെ കമലയും ഗോപിതനും സംസാരിക്കാണ്. ഇതിനൊരു പോംവഴിയേ ഉള്ള അച്ഛ, എന്താ മോനെ, അതിന് നന്ദുവിൻ്റെ വിവാഹം ഉറപ്പിക്കണം, അങ്ങനെയൊക്കെ ആവുമ്പോൾ ഒരിക്കലും അനി ആ വഴിയെ വരില്ല എന്ന് പറയാണ്. അതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്, മോള് പറയുന്നത് ഈ അപ്പം അടുത്തൊന്നും വിവാഹം വേണ്ടെന്നാണ്, ജോലിയിൽ കയറിയിട്ടല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്നാ നന്ദു പറയുന്നത്. അത് പറ്റില്ല, അനിയുടെ ജീവിതമൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി വിവാഹത്തിന് സമ്മതിപ്പിക്കണം എന്ന് നയനയും പറയുന്നുണ്ട്. അങ്ങനെ നയന നന്ദുവിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. നന്ദു എന്തോ വർക്കിലായിരിക്കും. എന്താ നന്ദുട്ടാ, എന്താ നിൻ്റെ വർക്ക്? അതെ, ഒന്നില്ല, ഒരു കേസിനെ കുറിച്ച് പഠിക്കായിരുന്നു. ഓ, നിനക്കിങ്ങനെ കേസും കൂട്ടൊക്കെ ആയിട്ട് നടന്നാൽ മതിയോ? പിന്നെന്താ ചേച്ചി ഉദ്ദേശിക്കുന്നത്? അല്ല, ഒരു വിവാഹമൊക്കെ വേണ്ടേ, ഒരു പോലീസുകാരൻ ചെറുപ്പക്കാരനെ നമുക്ക് കണ്ടുപിടിക്കേണ്ടേ? എൻ്റെ പൊന്നു ചേച്ചി വേണ്ടേ, എനിക്കിപ്പം തന്നെ വിവാഹമൊന്നും വേണ്ട, കുറച്ചും കൂടെ ഞാൻ ഫ്രീ ആയിട്ട് നടക്കട്ടെ. മോളെ, നീ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ആനിയുടെ അവസ്ഥയാണ്, നിനക്കൊരു ഭർത്താവുണ്ട്, നീ മറ്റൊരു ജീവിതമായി നിനക്കെന്നറിയുമ്പോൾ ഒരിക്കലും അവൻ നിന്നെ തേടി വരില്ല, അവൻ പഴയതെല്ലാം മറന്ന് അനാമികയൊത്ത് നല്ലതുപോലെ ജീവിച്ചോളും. പക്ഷേ ഒരിക്കലും നീ കാരണം ഇനി ആനിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. നിന്നെ അനന്തപുരിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് യാതൊരു മനസ്സില്ല, കാരണം എൻ്റെ അമ്മായിമ്മ എന്നെ സ്നേഹിച്ചെങ്കിലും ഒരിക്കലും അനിയുടെ ഇളയമ്മ ഒരിക്കലും അതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതൊന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ എനിക്കിപ്പോൾ തന്നെ വിവാഹം വേണ്ടാത്തതോടാണ്. ചേച്ചിക്കറിയാലോ, അനിയെ എൻ്റെ മനസ്സിലുണ്ട്, പക്ഷേ ഒരിക്കലും ഞാൻ ഇനി ആ ഭാഗത്തേക്ക് പോവുക പോലുമില്ല. ആ മനുഷ്യനെ മറന്നിട്ട് മറ്റൊരു ജീവിതത്തിന് അതിനെനിക്ക് കുറച്ച് സമയം വേണമെന്ന് നന്ദു പറയാണ്. അതൊന്നും പറ്റിയില്ല മോളെ, എത്രയും പെട്ടെന്ന് നിൻ്റെ വിവാഹം നടക്കണം, എന്നാലേ അനിയെങ്കിലും ഓർത്തെങ്കിലും നീ വിവാഹത്തിന് സമ്മതിപ്പിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് നല്ല ചെറുപ്പക്കാർ വന്നാൽ നോക്കാം എന്ന് നന്ദു ഒരു പാതി സമ്മതം കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നന്ദുവിന് ഒരു പോലീസ് കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു ആലോചന വരുന്നുണ്ട്. നന്ദുവിൻ്റെ ചൊറുചൊറുക്കും ആ സ്മാർട്ട്നെസ്സൊക്കെ കണ്ടുകൊണ്ട് തന്നെ അവൾ വിവാഹം ആലോചിച്ച് വരികയായിരിക്കും. ഒടുവിൽ ഗോവിന്ദന് ഈ വിവരം അപ്പം തന്നെ നയനെ വിളിച്ച് അറിയിക്കുന്നുണ്ട് കേട്ടോ. നന്ദുവിനെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്, നീയും ആദർശം കൂടെ ഇങ്ങോട്ടൊന്ന് വരാമോ? അങ്ങനെ ആദർശം നെയ്നയ്ക്ക് അവിടെ എത്തുന്നുണ്ട്. നന്ദു ആണെങ്കിലോ ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീട്ടിലെത്തിയിട്ട് പോലും ഉണ്ടാവില്ല. അവരവിടെ വന്നിരിക്കുന്ന സമയത്താണ് നന്ദു പോലീസ് യൂണിഫോമിൽ കയറി വരുന്നത്. അവരെ കണ്ടതും നന്ദു ഒന്ന് ചമ്മലോടെ അകത്തേക്ക് പോകുന്നുണ്ട്. ആ, മോളിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയേ ഉള്ളൂ, ഇന്ന് നേരത്തെ ഇറങ്ങാൻ ഞാൻ പറഞ്ഞതാ, പക്ഷേ എന്തോ തിരക്ക്, ഈ ജോലിക്ക് അങ്ങനെ തന്നെയാണ്, പറഞ്ഞ കറക്റ്റ് സമയത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല, അതൊന്നും സാരമില്ല എന്ന് ചെറുക്കൻ്റെ അച്ഛൻ പറയുന്നുണ്ട്. ചെറുക്കൻ്റെ അച്ഛനും പഴയൊരു പോലീസുകാരനായിരിക്കും, മകനും ആ ഒരു ഫീൽഡിൽ തന്നെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ പരസ്പരം സംസാരിച്ച് രണ്ടുപേരും ഒരു ധാരണയിലെത്താണ്. നന്ദുവിൻ്റെ മനസ്സിൽ അപ്പോഴും തൻ്റെ അച്ഛനും തൻ്റെ ചേച്ചിമാർക്കും വേണ്ടി മാത്രാട്ടോ അവൾ ആ വിവാഹത്തിന് സമ്മതം മൂളുന്നത്. അങ്ങനെ അവരുടെ വിവാഹ നിശ്ചയത്തിനുള്ള ഡേറ്റ് വരെ കുറിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് അനിയുടെ കാതിൽ ഈ വാർത്ത വരുന്നത്. എടാ അനി, നന്ദുവിൻ്റെ വിവാഹം ഉറപ്പിച്ചു, ഇനി ഇങ്ങനെയും നീ സ്റ്റേഷനിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയേ, അവൾക്ക് എന്തെങ്കിലും പേരുദോഷം വരുത്തിക്കാൻ നിന്നെ ഞാൻ പിന്നെ വെറുതെ വിടില്ലെന്ന്
ആദർശ് പറയുമ്പോഴാണ് ആനി അവളുടെ വിവാഹം ഉറപ്പിച്ച കാര്യം അറിയുന്നത്. എന്താ ആദർശേട്ടൻ പറഞ്ഞത്? നന്ദുവിൻ്റെ വിവാഹം ഉറപ്പിച്ചെന്നോ? അതെ, അവളുടെ വിവാഹം ഉറപ്പിച്ചു. ആരാ ചെറുക്കന്? അതറിഞ്ഞിട്ട് എന്തിനാ അവൻ്റെ വീട്ടിൽ പോയി വിവാഹം മുടക്കാനാണോ? അത്തരത്തിലൊന്നും നാരെ പണിയൊന്നും ഈ അനി ചെയ്യില്ല. പക്ഷേ നീ ചെയ്യും. ഇനിയിപ്പോൾ എന്തും ചെയ്യുമെന്ന അവസ്ഥയിലാണല്ലോ. എന്നാൽ എന്നോട് പറയണ്ട. എന്നാലും അവൾ സമ്മതിച്ചോ വിവാഹത്തിന്? പിന്നെ അവൾ സമ്മതിക്കാതെ? അവൾക്ക് 100 വട്ടം സമ്മതമാണ്. ആ സമയം നയനിയും അങ്ങോട്ട് വരുന്നുണ്ട്. അനി, നന്ദുവിൻ്റെ വിവാഹം ഉറപ്പിച്ചു. 22-ാം തീയതിയാണ് നിശ്ചയം. നീ അതിന് തടസ്സമൊന്നും നിൽക്കരുത്. അവൾ വിവാഹം കഴിച്ചോട്ടെ. ഈ വീട്ടിലേക്ക് അവളെ ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല. അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. എന്നാലും അവൾ എന്നെ മറന്നല്ലോ. എന്തൊക്കെയാ തീരുമാനിച്ചുറപ്പിച്ച പോലെ പുഞ്ചിരിയോട് കൂടെ അകത്തേക്ക് പോകുന്നുണ്ട്. അവൻ്റെ ഭാവം കണ്ടിട്ട് എനിക്കാകെ പേടിയാവുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ നയന. ഏതാ ഞാനും ആലോചിക്കുന്നത്, അവനെന്തെങ്കിലും കടുകൈ ചെയ്യോ? അങ്ങനെയൊന്നും ചെയ്യില്ല. എന്തായാലും അവൻ്റെ മേലൊരു കണ്ണുണ്ടാവണം. അങ്ങനെ അനി ആ സമയമൊക്കെ നന്ദുവിനെ ഒരുപാട് വിളിക്കുന്നുണ്ട്. അങ്ങനെ നന്ദു കോൾ അറ്റൻഡ് ചെയ്യാട്ടോ. ഹലോ, എന്താ? അതെ, പിന്നെ ഞാനൊരു കാര്യം പറയാൻ എനിക്ക് അങ്ങോട്ട് വിളിക്കണമെന്ന് ഇരിക്കായിരുന്നു. 22-ാം തീയതി എൻ്റെ നിശ്ചയും മാറ്റം ചടങ്ങൊക്കെയാണ്. ആണോ? കൺഗ്രാസ്. എന്തായാലും നിൻ്റെ ചേച്ചി പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞു. അതറിയാനാണ് വിളിച്ചത്. അപ്പോൾ നീ എന്നെ മറന്ന് മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കാല്ലേ? അതെ, ഞാൻ മറ്റൊരു വിവാഹം കഴിക്കാൻ ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ മനസ്സിൽ അനി പോലും ഇല്ലെന്ന്. അത് പച്ച കള്ളമാണെന്ന് എനിക്കറിയാം നന്ദു. നീ എന്തിനാ ഇത്ര അഭിനയിക്കുന്നത്? നിൻ്റെ വിവാഹത്തിൻ്റെ അന്നേ ഞാനുണ്ടാവും. ഏതെങ്കിലും കടലിലോ കായലിലോ ചത്തു പൊന്തിയെന്ന വാർത്ത നിനക്ക് കേൾക്കാം. അനി എന്ന് വിളിക്കുന്നുണ്ട് നന്ദു നെട്ടലോട് കൂടെ. എന്താ പിന്നെ നിനക്കത് വേണ്ടേ? നീ എന്തിനാ വിവാഹത്തിന് സമ്മതിച്ചത്? അപ്പോൾ നിന്റെ വിവാഹം കഴിഞ്ഞതോ? നിനക്കൊരു ഭാര്യ ഉണ്ടല്ലോ, അതുപോലെയാണോ നീ? അതെ, നീ നിന്റെ ഭാര്യയോടൊത്ത് സന്തോഷത്തോടെ ജീവിക്ക്. നിനക്കിപ്പോൾ ഒരു ഭാര്യയുണ്ട്. എൻ്റെ പുറകെ നടക്കണ്ട. നീ കായലിലോ കടലിലോ എവിടെ വേണമെങ്കിലും മരിച്ചു കിടന്നോ. അത് നിനക്ക് തന്നെയാണ് നഷ്ടം, അല്ലാതെ എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് നന്ദു ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോഴും നന്ദുവിൻ്റെ മനസ്സിൽ തീയായിരിക്കൂട്ടോ. അങ്ങനെ നന്ദു നേരെ വിളിക്കുന്നത് നെയ്നയാണ്. നെയ്നേച്ചി, അവൻ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. എനിക്കാകെ പേടിയാവുന്നു. മോളുടെ ടെൻഷൻ ആവണ്ട. അവൻ്റെ മേൽ ഞാൻ എപ്പോഴും ഒരു നോട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ എവിടെ പോയാലും എന്തൊക്കെ ചെയ്താലും അത് ആദർശേട്ടനും ഞാനും അറിയും. അതുകൊണ്ട് മോൾ ഭയക്കേണ്ട. അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയണം. പിറ്റേന്ന് തന്നെ അനി തൻ്റെ ജുവല്ലറിലേക്ക് പോയിട്ട് അവൻ കുറച്ച് പണം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ മാനേജർ ചോദി, എന്തായത്? എനിക്കൊരു താലി വേണം. താലിയോ? സാറിന് വിവാഹം കഴിച്ചിട്ടുണ്ടല്ലോ. അതെ, എന്നാലും എനിക്കെന്താ ഒരു താലിയും കൂടെ വാങ്ങിച്ചൂടെ എന്ന് ചോദിച്ച് അവിടെ നിന്ന് ഒരു താലി എടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മാനേജർ ചോദിക്കും, ഇതെന്തിനാ അനിസാറിന് ഇപ്പോൾ ഒരു താലി? അല്ല, ഒരു പെണ്ണിൻ്റെ കാലത്ത് താലി കെട്ടുമ്പോൾ ആദ്യം തന്നെ മഞ്ഞ ചരടിലാണ് കെട്ടേണ്ടത്, അല്ലാതെ സ്വർണ്ണം എടുക്കില്ലല്ലോ. എന്നാലും ആ താലിമാല സ്വർണം തന്നെ ആയിരിക്കുമല്ലോ. ഞങ്ങൾ അനന്തിപൂരിക്കാരല്ലേ, ഒരു സ്വർണ്ണമാല കെട്ടിയെന്ന് കരുതി ഒന്നും സംഭവിക്കില്ല. അങ്ങനെ ഒരു താലി എന്നാലും ചടങ്ങ് പോലെയൊക്കെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് ഒരു താലി മഞ്ഞച്ചരടിൽ കോർത്തുകൊണ്ട് കീശയിലിട്ടിട്ട് അനി ചീപ്പുഞ്ചിരിയോടെ പുറത്തേക്ക് പോകുമ്പോൾ മാനേജർക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നാട്ടോ. മാനേജർ അപ്പം തന്നെ ആദർശിനെ വിളിക്കുന്നുണ്ട്. പിന്നെ അനി ഇവിടുന്ന് ഒരു താലിമാല ചരടിൽ കോർത്തുകൊണ്ട് അങ്ങ് പോയിട്ടുണ്ട്. എനിക്ക് താലി വേണം എന്ന് പറഞ്ഞ് കുറച്ച് കാശും ഈ അടിച്ച് ബില്ലൊക്കെ എടുത്തുകൊണ്ടാണ് പോയത് എന്ന് പറയാണ്. അതെന്തിനാ അവൻ അങ്ങനെ ചെയ്തത്? അപ്പോഴേക്കും ആദർശം നേനിയോട് കാര്യം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൻ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് നന്ദു എവിടെയാണെന്ന് ചോദിക്കുക. അങ്ങനെ നന്ദു ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഭയങ്കര തിരക്കിട്ട ജോലിയിലായിരിക്കും കേട്ടോ. അങ്ങനെ അവൾ വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് അനിങ്ങനെ ഹെൽമെറ്റെല്ലാം ധരിച്ച് ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ വണ്ടി ബ്ലോക്ക് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് നന്ദു എന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിച്ച് മറ്റാരോ ആണെന്ന് കരുതിയിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഹെൽമെറ്റ് ഊരിയതും അനിയാണെന്ന് മനസ്സിലാവാട്ടോ. അനിയോ? അനി എന്താ വേണ്ടത്? എന്തിനാ ഇങ്ങനെ വണ്ടിക്ക് ബ്ലോക്ക് ചെയ്യുന്നത്? ഇത് നാട്ടുകാരോ മറ്റാരോ അറിഞ്ഞാൽ ആനയുടെ എല്ലാവരും അവരെല്ലാവരും കൂടെ ആയിക്കോട്ടെ, അതിനെന്താ? പിന്നെ ഞാനൊരു കൺഗ്രാസ് നേരിട്ട് പറയാൻ വേണ്ടി വന്നതാ. അതിന്നലെ ഫോണിലൂടെ പറഞ്ഞല്ലോ. എന്നാലും നിന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ എന്താ ഒരു ഭംഗി എന്ന് പറഞ്ഞിട്ട് അവൻ കൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇനി അനി പോവാൻ നോക്ക്. ഞാൻ പോയിക്കോളാം. എന്തായാലും നന്ദുവിനോട് എനിക്ക് 5 മിനിറ്റെങ്കിലും സംസാരിക്കണം. ഞാൻ പഴയതെല്ലാം മറന്ന് ഇനി എൻ്റെ മനസ്സിൽ അനാമിക മാത്രമേ ഉണ്ടാവുള്ളൂ. അതോ നന്ദുവിനോട് 5 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിനെയും അവനും കൂടെ ഒരു മരത്തിൻ്റെ തണലിലോട്ട് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു മരമായിരിക്കും. അതിൻ്റെ ചുവട്ടിലായിട്ട് രണ്ടുപേരും കൂടെ നിൽക്കുകയാണ്. എന്താ എനിക്ക് പറയാനുള്ളത്? അതെ, പിന്നെ ഒരു കാര്യം കാണിക്കാനാണെന്ന് പറഞ്ഞിട്ട് അവൻ അവളുടെ ശ്രദ്ധ ഇങ്ങനെ മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മൊബൈലിൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് ഫോട്ടോസൊക്കെ നോക്ക്, നിന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കേൻ്റെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പതിയെ അവൻ്റെ കീശയിലുള്ള ആ മഞ്ഞച്ചരട് എടുക്കുകയാണ്. അതിനുശേഷം നന്ദു ഇങ്ങനെ തിരുന്ന സമയത്ത്
കൊടുത്ത് പെട്ടെന്ന് തന്നെ അത് അവളുടെ കഴുത്തിൽ കെട്ടാട്ടോ. ആ ഒരു സമയം തന്നെ ആ ഒരു ഫോണിൽ ഇങ്ങനെ വീഡിയോക്ക് ആ ഒരു താളമേളം ഒക്കെ ഉണ്ടാവുമല്ലോ, മണ്ഡപത്തിലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതങ്ങ് ഓൺ ആവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ വിവാഹം കഴിഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ആ ഒരു കോൺസ്റ്റബിൾ ഇങ്ങനെ നന്ദുവിൻ്റെ ഡ്രൈവറായി വന്ന കോൺസ്റ്റബിൾ ഇങ്ങനെ നോക്കി നിൽക്കാട്ടോ ഇതെല്ലാം. പെട്ടെന്ന് എന്താണ് സംഭവിച്ചെന്ന് അറിയാതെ അന്തം വിട്ട് നിൽക്കണം നന്ദു. തൻ്റെ കഴുത്തിൽ താലി കയറിയെന്ന് അവൾക്ക് മനസ്സിലാവാണ്. ആ ഒരു സമയത്ത് ആണെങ്കിലോ ആ മരത്തിൽ നിന്ന് പൂക്കളെല്ലാം അവരുടെ ദേഹത്തേക്ക് വീഴുന്നുണ്ട്. ആശീർവാദവുമായി ഇനിയിപ്പോൾ എന്താ നോക്കാനുള്ളത്? ഇപ്പം നീ എൻ്റെ ഭാര്യയായി, നിന്നെ ഇനി ആരെ കെട്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഡാ എന്ന് വിളിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് നന്ദുട്ടാ. ഒരു ഡാ ഇല്ല, ഭർത്താവാണ്, ബഹുമാനിച്ച് വിളിക്കണം. ദേ ഈ കഴുത്തിൽ കിടക്കുന്ന താഴിയുണ്ടല്ലോ ഇനി എൻ്റേതാണ്. അപ്പോൾ ഞാൻ നിൻ്റെ ഭർത്താവാ, വാ രണ്ടുപേർക്കും കൂടെ പോവാം, നിൽക്കല്ലെങ്കിൽ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ബൈക്കിൽ നിന്ന് ഒരു കവറിൽ നിന്ന് പൂമാല എടുത്ത് അവിടെ നന്ദുവിൻ്റെ കഴുത്തിൽ ചാർത്തുന്നുണ്ട് കേട്ടോ. തിരിച്ചും അനിയൻ തന്നെ ഇങ്ങനെ കഴുത്തിൽ ചാർത്തിയിട്ട് ആ പോലീസുകാരോട് ഇതാ ഈ ഫോണിൽ ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. നന്ദുവിനാണെങ്കിൽ എതിർക്കാനൊന്നും കഴിയുന്നില്ല. അതിനു മുമ്പ് തന്നെ കോൺസ്റ്റബിൾ ഒരുപാട് ഫോട്ടോസ് രണ്ടുപേരുടെയും എടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും സംഭവമൊക്കെ ഇനി നീ താൻ വീട്ടിൽ പോയിക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്തിന് നന്ദു ആണെങ്കിലോ ആ കഴുത്തിൽ താലിയും കയ്യില പൂമാലിയൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്ന് ഇറങ്ങുകയാണ്. ആ ഒരു സമയത്ത് അവൾ ആ രംഗം കണ്ട ഗോവിന്ദന് ആകെ നെട്ടിപ്പോകട്ടെ. എന്താ മോളെ ഇത് എന്ന് പറയുന്നു ചോദിക്കുന്നുണ്ട്. ഒന്നും പറയാനാവാതെ അവർക്കരികിലേക്ക് നന്ദു ഇരിക്കുകയാണ്. എന്താ മോളെ, എന്താ നിൻ്റെ കഴുത്തിൽ ആരാ താലി കെട്ടിയത്, എന്താ സംഭവിച്ചത്? ഒടുവിൽ നന്ദു അവരോട് പറയാണ് എന്താണ് സംഭവിച്ചെന്ന കാര്യങ്ങളെല്ലാം. ആ സമയത്ത് തന്നെ ആ അനിയാണെങ്കിൽ ഒരു പുഞ്ചിരിയോടുകൂടെ ആ ഫോട്ടോ എല്ലാം നോക്കുകയാണ്. ഇനിയിപ്പോൾ അവളെൻ്റെ ഭാര്യയാണ്, എല്ലാ അർത്ഥത്തിലും അവൾ ഇനി എൻ്റെ ഭാര്യ ആയിരിക്കണം. ആ ഫോട്ടോ അവൻ ആദ്യം അയക്കുന്നത് നയനയുടെയും ആദർശിൻ്റെയും ഫോണിലേക്കാട്ടോ. അവരിത് കണ്ടതും ആകെ നെട്ടുന്നുണ്ട്. നിങ്ങളെല്ലാവരും കൂടെ അവളെ എന്നിൽ നിന്ന് അകറ്റാൻ നോക്കി, പക്ഷേ എൻ്റെ ഭാര്യ ഒരിക്കലും എൻ്റെ ഭർത്താവായി അംഗീകരിച്ചിട്ടില്ല, ഞാൻ അവളെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല. എൻ്റെ യഥാർത്ഥ ഭാര്യ ദേ ഈ നിൽക്കുന്നവളാണ് എന്ന് പറയുന്നുണ്ട്. ആനി എന്ത് ഭ്രാന്ത നീ കാണിച്ചത്? നന്ദു അങ്ങനെ നന്ദുവിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം കമലയും ഗോവിന്ദനും അവരെ വിളിച്ച് പറയാ ഓടി അവിടെയൊക്കെ എത്തുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ വലിയൊരു പ്രതിസന്ധിയിൽപ്പെട്ട് ആദർശ് നയനെ നിൽക്കുക. ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്തതായിരിക്കും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.